എമ്പുരാൻ സിനിമയിൽ വില്ലനായി അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം യഥാർത്ഥത്തിൽ ഗുജറാത്ത് വംശഹത്യയിലെ ജീവിച്ചിരിക്കുന്ന പൈശാചിക രൂപിയാണ്. ബാബു ബജ്രംഗി എന്നാണ് അയാളുടെ പേര്. സ്ത്രീകളും കുട്ടികളുമടക്കം ഡസൻ കണക്കിന് പേരെ കൂട്ടക്കൊലയ്ക്ക് ഇരയാക്കിയ നരോദ പാട്ടിയ കൂട്ടക്കൊലക്കേസിലെ പ്രധാനി. അഹമ്മദാബാദിനടുത്തുള്ള നരോദയിൽ 5000-ഓളം വരുന്ന ഹിന്ദുത്വ കൂട്ടം 97 മുസ്ലിങ്ങളെ ദയാരഹിതമായി കൊന്നുതള്ളിയ കേസാണത്. ഗോദ്ര തീപിടുത്തത്തിന്റെ തൊട്ടടുത്ത ദിവസം വിശ്വ ഹിന്ദു പരിഷത്ത് പ്രഖ്യാപിച്ച ബന്ധു ദിനത്തിലാണ് കൂട്ടക്കൊല അരങ്ങേറുന്നത്. 10 മണിക്കൂറോളം നീണ്ടുനിന്ന നരമേധത്തിൽ കൂട്ടബലാത്സംഗം, തീവച്ച് കൊലപ്പെടുത്തൽ, മാനഭംഗങ്ങൾ, കടകളും വീടുകളും കൊള്ളയടിക്കൽ, അങ്ങനെ സർവ്വതരത്തിലുള്ള ക്രൂരതയും അരങ്ങേറി. ഇതിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടയാളാണ് ബാബു ബജ്രംഗി. മുസ്ലിം കുഞ്ഞുങ്ങളടക്കമുള്ളവരെ കൊന്നു തള്ളിയതിൽ തനിക്ക് ലവലേശം കുറ്റബോധമില്ലെന്നും അവസരം കിട്ടിയാൽ ഇനിയും കൊന്നൊടുക്കുമെന്നും പുള്ളി ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞയാളാണ് ബജ്രംഗി. ബാബു ബജ്രംഗി മാത്രമല്ല, ഗുജറാത്ത് വംശഹത്യയുമായി ബന്ധപ്പെട്ട് തെഹൽക്ക് നടത്തിയ ഓപ്പറേഷനുകൾ, വിവിധ വസ്തുതാന്വേഷണ സംഘങ്ങൾ, ഇവരുടെ എല്ലാം കണ്ടെത്തലുകൾ കലാപത്തിലെ സംഘപരിവാര ആസൂത്രണം വെളിപ്പെടുത്തുന്നതായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഒരു കലാപത്തിൽ ഏർപ്പെട്ടിരുന്നില്ല എന്ന വാദം ഹിന്ദുത്വ പരിവാരത്തിന് പോലുമില്ല എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ആ കഥയാണ് എമ്പുരാനിൽ മുരളീഗോപിയും പൃഥ്വിരാജും പറയാൻ ശ്രമിച്ചത്.